നിങ്ങൾക്ക് വേണ്ടത് മാത്രം സംസാരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം പറയുന്നത്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. വചനം ധാരാളമായി നിങ്ങളുടെ ഹൃദയത്തിൽ എന്തുകൊണ്ടുണ്ടാകണമെന്ന് ചോദിച്ചാൽ, പരീക്ഷകളും സമ്മർദ്ദങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതോടൊപ്പം സാത്താൻ ദൈവത്തിന് നിങ്ങൾക്കും വിരോധമായ വാക്കുകൾ നിങ്ങളുടെ നാവിൽ തന്നുകൊണ്ട് അത് തന്നെ സംസാരിക്കാനുള്ള പ്രേരണ നിങ്ങളിൽ ഉളവാക്കും. ആ സമയം വചനം പറയുന്നതിന് പകരം പ്രശ്നം പറയുവാൻ പരീക്ഷകനായ സാത്താൻ നിങ്ങളുടെ നാവിലും മനസ്സിലും സമ്മർദ്ദം തന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ പ്രശ്നം മാത്രം പറയുകയും പിന്നീട് പ്രശ്നങ്ങളിൽ നിന്ന് ജയോത്സവമായി വെളിയിൽ വരാതിരിക്കുകയും ചെയ്യാനുള്ളൊരു സാഹചര്യം നിങ്ങളുടെ ചുറ്റും ശത്രു ഉണ്ടാക്കിയിടും. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട്, അതേത് പ്രശ്നമാണെങ്കിലും ആ മലയ്ക്ക് സമാനമായി നിൽക്കുന്ന ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഈ മലയോട് സംസാരിക്കാനാ പറഞ്ഞത്, പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്. ഈ മലയോട്, ആ പ്രശ്നത്തോട് നീ നീങ്ങി എൻ്റെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കാതെ നീ മാറി കടലിൽ പോയി ചാടുക. നീ ചാടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും നിന്നെ അനുസരിച്ചിരിക്കും. ആത്മീക തലം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകൾ പോലെയേ പ്രവർത്തിക്കുകയുള്ളൂ. ആത്മീക തലത്തിൽ നമ്മുടെ വാക്കുകൾ പോലെ മാത്രമേ പ്രവർത്തനം നടക്കുകയുള്ളൂ. ആത്മീക തലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ ഭൗതിക ഈ തലത്തിലും ഭൂമിയിലും അത് പ്രതിഫലിക്കത്തുള്ളൂ. നമ്മൾ എന്ത് പറയുന്നുവോ അത് നമുക്ക് ലഭിച്ചിരിക്കും. നമ്മുടെ വാക്കുകളാണ് നമ്മുടെ വിശ്വാസം സംസാരിക്കുന്നത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദമേറുമ്പോൾ ഇപ്പോൾ നമുക്ക് എന്തുണ്ട്, നമ്മൾ എന്തായിരിക്കുന്നു, നമുക്ക് എന്തു തോന്നുന്നു, നമ്മളിപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് വചനത്തിലെ വാഗ്ദത്തങ്ങൾക്കുപരിയായി ദൈവം നിങ്ങളെക്കുറിച്ച് പറയുന്ന നിലവാരത്തിനുപരിയായി സംസാരിക്കാനുള്ള പ്രേരണ നിങ്ങളിൽ നിന്നോ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നോ ഉണ്ടാകാം. എന്നാൽ ഫിലിപ്പിയർ 4:19 പറയുന്ന പ്രകാരം, എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും എന്ന് വിശ്വസിച്ച് പറയാനുള്ള ബലം നിങ്ങളിൽ ഉണ്ടാകണം. അല്ലാതെ ഈ മാസം എനിക്ക് കാര്യമായ വരുമാനം ഒന്നുമില്ലായിരുന്നു, ഇത് സീസണല്ല, വാടകയ്ക്ക് പോലും രൂപ തികയുന്നില്ല, ശമ്പളം തികയുന്നില്ല എന്നൊക്കെ പറയാൻ പ്രേരണയുണ്ടായാൽ ദൈവം തൻ്റെ ധനത്തിനൊത്തവണ്ണം മഹത്വത്തോടെ ക്രിസ്തുവേശുവിൽ എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി തീർത്തു തന്നു എന്ന് വിശ്വസിച്ച് ഏറ്റുപറയാനുള്ള ബലം നമ്മളിൽ ഉണ്ടാകട്ടെ. നമുക്ക് വേണ്ടുന്നത് മാത്രം സംസാരിക്കുവാൻ നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കുന്നു. ഒരിക്കൽ ഞാൻ ഒരു ലിഫ്റ്റിൻ്റെ ഒരു 7-8 നിലയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഹോട്ടലിൻ്റെ ഒരു മുറിയിലേക്ക് പോകാൻ താഴെ നിന്നിട്ട് താഴത്തെ സ്വിച്ച് തന്നെ 1-ാം നിലയിൽ നിന്നിട്ട് 1-ാമത്തെ നിലയുടെ സ്വിച്ച് തന്നെ അറിയാതെ ഞെക്കി. ചില സമയങ്ങൾക്ക് ശേഷം എന്തേ ഞാൻ 7-ാം നിലയിൽ ചെല്ലാഞ്ഞത് എന്ന് നോക്കിയപ്പോൾ ഞാൻ 1-ാം നിലയുടെ സ്വിച്ച് തന്നെ ഞെക്കിയത്. ഇതൊരു ആത്മീകമായിട്ട് ഇതൊരു ഉദാഹരണമാണ്. കാരണം നമ്മൾ ഇപ്പം ആയിരിക്കുന്ന നിലവാരത്തിൻ്റെ സ്വിച്ച് ഞെക്കിയാൽ അവിടെ തന്നെ നിൽക്കും. നമുക്ക് ഉയരേണ്ട നിലവാരത്തിലേക്കുള്ള സ്വിച്ച് അല്ലെങ്കിൽ അവിടുള്ള വാക്കുകൾ, ദൈവ നിലവാരത്തിൻ്റെ വാക്കുകൾ, നമ്മളെക്കുറിച്ച് ദൈവം എന്താക്കിയിരിക്കുന്നോ എന്താകണമോ ആ നിലവാരം മാത്രം സംസാരിച്ച് ആ ഉയർന്ന നിലവാരത്തിലേക്കുള്ള നിലയിലേക്കുള്ള സ്വിച്ച് ഞെക്കിയാൽ ലിഫ്റ്റ്, നമ്മുടെ ജീവിതം അങ്ങോട്ട് ഉയർത്തപ്പെടും. ക്രിസ്തുവിൽ
ആകേണ്ടുന്ന നിലവാരം ഇന്ന് വിശ്വാസത്തോടെ ഏറ്റുപറയുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടുന്നത് മാത്രം ഇന്ന് സംസാരിക്കാം. അതുകൊണ്ട് ഇരട്ടി ശക്തിയോടെ ഇത് തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിൽ തിരിച്ചു വരിക. ഏത് സാഹചര്യത്തിലായിരുന്നാലും, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സാഹചര്യം തന്നെ നിലനിന്നാലും അതിനെ മാറ്റുവാൻ ആവശ്യമായ തിരുവെഴുത്തുകൾ കണ്ടെത്തി ഈ ദിവസം മുഴുവൻ അത് സംസാരിച്ച് ബലത്തോടെ വെളിയിൽ വരിക. സംശയത്തിന്റെ വാക്കുകൾക്ക് പകരമായി ദൈവവചനത്തിലെ വാഗ്ദത്തങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാപിക്കുക. ഉദാഹരണത്തിന്, ഇന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഉപദ്രവമോ താറുമാറുകളോ കോലാഹലങ്ങളോ വഴക്കോ ഒച്ചപ്പാടോ ഉണ്ടെങ്കിൽ ഈ വചനങ്ങൾ ദിവസം മുഴുവനും ഏറ്റുപറയുക. റോമർ 15:13. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എനിക്ക് പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവനായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് എന്നെ നിറയ്ക്കുമാറാകട്ടെ. 2 കൊരിന്ത്യർ 13:11. തീർച്ചയ്ക്ക് സഹോദരന്മാരെ, സന്തോഷിപ്പീൻ, യഥാസ്ഥാനപ്പെടുവീൻ, ആശ്വസിച്ചുകൊള്ളുവീൻ, ഏക മനസ്സുള്ളവരാകുവീൻ, സമാധാനത്തോടെ ഇരിപ്പീൻ. എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. കർത്താവേ, എന്നെയും എൻ്റെ ഭവനത്തെയും ഞങ്ങൾ പ്രത്യാശയിൽ നിറഞ്ഞു വസിക്കേണ്ടതിന് സമാധാനവും സന്തോഷവും കൊണ്ട് നിറച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. ക്രിസ്തുവേശു മുഖാന്തരം ഞാനും എൻ്റെ ഭവനവും എനിക്കുള്ളതൊക്കെയും എൻ്റെ അധികാരത്തിലുള്ളതൊക്കെയും ഒരേ മനസ്സും ക്രിസ്തുവിൻ്റെ സമാധാനവും ദൈവിക സന്തോഷവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ ഞങ്ങൾ ഒരുമിച്ച് നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നമുക്കിന്ന് വിശ്വാസത്തിൻ്റെ ഒരു ചുവട് ഒരുമിച്ച് വെക്കാമോ? ദൈവവചനത്തിന് വിരോധമായി ഇന്ന് നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചാൽ ഉടൻ തന്നെ അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. ഉടൻ തന്നെ തിരുത്തുക. നമ്മുടെ സ്വയം, നമ്മുടെ അഹങ്കാരം, അത് ചിലപ്പോൾ നമ്മളെ അതിന് സമ്മതിച്ചില്ല എങ്കിൽ കൂടെ, ശരിയല്ല, ഞാൻ പറഞ്ഞത് തെറ്റാണ്, ഞാനത് തിരുത്തുവാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞ് ക്ഷമയോദിച്ച് യഥാസ്ഥാനപ്പെട്ട് ദൈവവചനത്തിൽ ദൈവ നിലവാരത്തിലുള്ള വാക്കുകൾ പറയാനുള്ള ബലം നിങ്ങൾക്കിന്ന് കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ഇപ്രകാരമുള്ള സകല കാര്യങ്ങളും ഏറ്റുപറഞ്ഞ് ക്ഷമയോദിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുകയും സ്നേഹത്തിൻ്റെ ബലം നമുക്ക് പകർന്നു തരികയും ചെയ്യും. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ.